ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? രാമായണത്തിലെ അല്ലെങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് യുദ്ധകളത്തിലല്ല, രാവണന്റെ സിംഹാസനത്തിന്റെ പടവുകളിലാണ്. അന്ന് രാവണന്റെ ചവിട്ടേറ്റ് സഭയിലെ എല്ലാവരുടെ മുമ്പിലും അപമാനിതനായിട്ട് വിഭീഷണൻ ഇറങ്ങി നടക്കുന്ന സമയത്ത്, ആ സമയത്ത് വിഭീഷണന്റെ ഉള്ളിലെ കോൺഫ്ലിക്റ്റ്, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വിഭീഷണന് ഒരു വശത്ത് ദ ലക്ഷൂറിയസ് ലങ്ക, ലോകം മുഴുവൻ കിടുകിടാ ഉറപ്പിക്കുന്ന തൻ്റെ ചേട്ടൻ രാവണൻ, സ്വത്ത്, അധികാരം, ഇതിനൊക്കെ അപ്പുറത്ത് തൻ്റെ മാതൃരാജ്യമായിട്ടുള്ള ലങ്ക. മറുവശത്തോ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന 2 രാജകുമാരന്മാര്, കൂടെ കുറെ വാനരന്മാരും. ഭാവി അനിശ്ചിതത്വത്തിലാണ്, ഉറപ്പാണ്. ഇതൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ താൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നടന്നാൽ തൻ്റെ നെറ്റിയിൽ താമസിയാതെ ഒരു ലേബൽ അടിച്ചു വരും, ഒറ്റുകാരൻ, സ്വന്തം ചേട്ടനെ ചതിച്ചവൻ എന്നൊരു പേര്. വിഭീഷണന്റെ മനസ്സ് പറയാണ്, വിഭീഷണ, നീ എന്തിനാ റിസ്ക് എടുക്കണത്? നിനക്ക് മിണ്ടാതിരുന്നൂടെ? രാവണൻ അനീതിയാണ് കാണിക്കണത്, ആയിക്കോട്ടെ, നിനക്ക് ഇവിടുത്തെ അടുത്ത രാജാവാവാലോ, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുകയും ചെയ്യാം, വഞ്ചകൻ എന്ന പേരും കേൾക്കണ്ട. എന്നാൽ തൊട്ടടുത്ത നിമിഷം അതേ മനസ്സ് പറയും, വിഭീഷണ, നിന്റെ മുന്നിൽ നടക്കുന്നത് അന്യായമാണ്, ആ അന്യായത്തിനെ നീ പരമാവധി എതിർത്തു, ഫലം ഉണ്ടായില്ല, ഇനിയും ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാ, സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ തെറ്റുകാരനാവരുത് എന്ന്. അങ്ങനെ അവസാനം ലോയൽറ്റിയേക്കാൾ വലുത് ട്രൂത്താണ് എന്ന തിരിച്ചറിവുണ്ടായി, കൂറിനേക്കാൾ വലുത് സത്യമാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ട് വിഭീഷണൻ അവിടം വിട്ട് ഇറങ്ങുകയാണ്. രാവണനെ പേടിച്ചിട്ടല്ല, ലോകം മുഴുവൻ തൻ്റെ എതിരെ നിൽക്കുമ്പോഴും ശരിയുടെ കൂടെ നിൽക്കാനുള്ളൊരു ഡിസയർ ഉണ്ടല്ലോ, ആ ധൈര്യമാണ് അവിടെ വിഭീഷണന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ലങ്ക മുഴുവൻ ചുട്ടരിക്കപ്പെട്ടപ്പോഴും വിഭീഷണൻ ചിരഞ്ജീവിയായിട്ട് നിലനിന്നത്. ഇനി ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ കോർപ്പറേറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ലങ്ക എങ്കിൽ അതിൻ്റെ MD രാവണൻ വലിയ അനീതിക്കാരനാണ്, കുംഭകർണൻ അവിടുത്തെ എംപ്ലോയിയാണ്. ഈ കമ്പനി ടോക്സിക് ആണെന്നൊക്കെ അറിയാം, പക്ഷെ എനിക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്, വലിയ പൊസിഷനുമാണ്, പിന്നെ ഇപ്പം ഞാൻ എന്തിനാ പ്രതികരിക്കണേ എന്ന രീതിയിൽ ശമ്പളവും വാങ്ങി മിണ്ടാതിരിക്കുന്ന ഒരു എംപ്ലോയി കുംഭകർണൻ. എന്നാൽ വിഭീഷണനോ, എത്ര വലിയ കമ്പനി ആയാലും അനീതിക്ക് താൻ കൂട്ടു നിൽക്കില്ല, ഐ ക്വിറ്റ് എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് പോരുന്ന ഒരു ധീരനായിട്ടുള്ള എംപ്ലോയി.